ക്യൂരീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കല്യാണത്തിൻ്റെ തിരക്കും റെസിഗ്നേഷൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് ഐ വാസ് ബിസി. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വീട്ടിൽ തന്നെയാണ്. സോ ഐ വിൽ ബി ഡൂയിങ് ഡെയിലി വ്ളോഗ്സ് ആൻഡ് പോസ്റ്റിംഗ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ആൻഡ് എല്ലാം തരുന്നതായിരിക്കും. സോ വെൽക്കം ടു another episode of P16 Tales. Hang on for more episodes and new vlogs that are coming up. So good morning and welcome back. ചാറ്റ് GPT നമ്മൾ ചെയ്ത ഫോട്ടോ ആണ് ഇത്, ഗിബ്ലി ഫോട്ടോ. ഇറ്റ് ലുക്സ് സോ പ്രിറ്റി. ലൈക്ക് ഞാനും ഗിത്തിനുമാണ്. ഇതാണ് അതിൻ്റെ റിയൽ ഫോട്ടോ, ബട്ട് അതിൻ്റെ ഗിബ്ലിയാണ് സൂപ്പർ. വാവ്, ഐ ലൈക്ക് ഇറ്റ്. ഇന്നത്തെ പരിപാടി രാവിലെ എണീറ്റു, ഒരു 8 o'clock ആയപ്പോൾ എണീറ്റു. ആൻഡ് ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. ദ ലാസ്റ്റ് മിനിറ്റ് കല്യാണ തിരക്കുകൾ അതന്നെ. അപ്പം ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. സോ ആവശ്യത്തിനധികം തിരക്കുണ്ട്. ആൻഡ് എന്താ നമ്മളുടെ കുറച്ച് ഡ്രസ് സ്റ്റിച്ചിങ് ആൻഡ് ബ്ലൗസ് സ്റ്റിച്ചിങ് അങ്ങനെയായിട്ട് കുറേ നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളതിന് വേണ്ടി പോകുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ടക്കറിയാണ്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് കം ഓൺ. സമയം 10 മണി. നമ്മൾ ഫുഡും കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, എന്നിട്ട് നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ടൈലർ ഷോപ്പിലോട്ടാണ് പോയത്. റാപ്പിഡോ ബുക്ക് ചെയ്ത് വരാനുള്ള പ്രഹസനമാണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം റാപ്പിഡോ എപ്പോൾ ബുക്കാക്കിയാലും 1-2 എണ്ണം മസ്റ്റായിട്ട് ക്യാൻസൽ ആവണം, എന്നാലേ നമുക്ക് പിന്നത്തെ ബുക്കിങ്ങിൽ പോകാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ റാപ്പിഡോ ചേച്ചി വന്നു. വി ഗോട്ട് ഇൻ ടു ഇറ്റ്. നമുക്ക് 3-4 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. സോ നമ്മൾ 3 പേരുള്ളതുകൊണ്ട് എവിടെ പോയാലും നമ്മളുടെ സ്ഥിരം ട്രാവൽ പാർട്ട്ണറാണ് ഓട്ടോ. കാരണം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഓട്ടോ ആണ്. പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ ഉച്ചക്കത്തേനുള്ള ഫുഡ് മേടിച്ച് പിന്നെ കുറച്ച് പച്ചക്കറിയും മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ച് രാവിലെ കിച്ചൺ ഒന്നും വൃത്തിയാക്കാതെയാണ് നമ്മൾ പോയത്. ബിക്കോസ് ടൈലർ രാവിലെ പോയി കഴിഞ്ഞാൽ ഹിൽ ബി ഫ്രീ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബിസി ആയിക്കഴിഞ്ഞാൽ ആകെ നമുക്ക് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ ജോലിയൊന്നും തീർക്കാതെയാണ് പോയത്. ഈ വീട് മൊത്തം വൃത്തിയാക്കി ക്ലീനായി കിടക്കുന്നത് കാണാൻ ഒരു സ്പെഷ്യൽ സാറ്റിസ്ഫാക്ഷനാണ്. അത് ക്ലീനിങ്ങിനോട് ഭയങ്കരമായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ഒരു സ്പെഷ്യൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അതൊരു തെറാപ്പി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്കെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ മമ്മി ഒരു ചക്ക കൊണ്ടുവന്നായിരുന്നു, ജാക്ക് ഫ്രൂട്ട്. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. അങ്ങനെ മമ്മി അമ്മച്ചിയും കൂടെ അതൊക്കെ വെട്ടി അതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേന് ഡിന്നറും കഴിച്ച് നൈറ്റായി. ഹലോ ക്യൂരീസ്, ഇന്നൊരു എന്തോ ഒരു ദിവസമായിരുന്നു. ബ്ലൗസ് കൊടുക്കാൻ പോയി, പിന്നെ കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഡാഡിയുടെ ഒക്കെ, അത് കൊടുക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നു, ഫുഡ് കഴിച്ചു, വാങ്ങിച്ച കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, അത് ഇട്ട് നോക്കി. കുറേ ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പലപ്പോഴും രാവിലെ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുന്നതായിട്ട് ഞാനങ്ങ് മറക്കും. അതുകൊണ്ട് എനിക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി മുതൽ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്തിട്ട് ഇതൊക്കെ കറക്ഷൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്ത് ചൂടാണ് ഗൈസ്, എൻ്റെ മുഖത്ത് നോക്കും, ഫുൾ ഹീറ്റ് ബോയിൽസ് ആയി. ഫുള്ള് ഇവിടെ മൊത്തം ഹീറ്റ് ബോയിൽസ് ആയി. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ് ഗൈസ്. എന്താ പറയുക, ഒരുമാതിരി എനിക്കറിയില്ല. ഈ മാസമാണ് നമ്മളുടെ കല്യാണം. അയ്യോ, എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നു. നല്ല എന്താ പറയുക, കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടാൽ പോലും ചൂടാണ്. ഞാൻ രാവിലെ ഇൻട്രോയിലിട്ട അതേ ഡ്രസ്സാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുളിച്ചില്ല ഗൈസ്. അതാണ്. എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്തപ്പോഴത്തേന് കുളിക്കാനുള്ള സമയം കിട്ടില്ല. സോ ഒന്ന് കുളിച്ചതാണ്. നാളെ കുളിക്കത്തുള്ളൂ. ഈ ചൂടത്ത് എങ്ങനെയാണ് കുളിക്കാതെ കിടക്കുന്നതെന്നല്ലേ. അതിനും വേണം കേസ് ഒരു ടാലൻറ്റ് അല്ലേ. അങ്ങനെ അപ്പം എന്തായാലും നല്ല കല്യാണ സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയിരുന്നത്. അപ്പോൾ നാളെ തൊട്ട് എനിക്ക് സ്കിൻ കെയർ ഒക്കെ തുടങ്ങണം. സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ.
ഒരു കുഞ്ഞു വ്ളോഗാണ്, എന്താണെന്നറിയാത്ത എന്തോ ഒരു വ്ളോഗ്. ഐ ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ്ഡ്. Daily I'll be posting new vlogs. Okay, so new YouTuber ആയത് കാരണം അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. But still, do like, share and subscribe to my channel. More videos of marriage and etc. are coming on the way. Until I see you in the next video. Bye.